ആമിന, അല്ല ഇത് ആരാ വന്നിരിക്കുന്നത്? ദിവാൻ ബഹദൂറോ? ഒന്ന് ചുമ്മാ ഇരിക്കടാ. ബീവിക്കൊന്ന് മനസ്സിലായോ? നീ ഇങ്ങോട്ടിരിക്കെ. നിന്റെ പവറിനെ പറ്റിയ കസേരൊന്നും ഇവിടെയല്ല കേട്ടോ. ബോട്ടിൽ ഒരുമിച്ച് കിടന്നു തുടങ്ങി എന്നോടാണോ ഈ പറയുന്നത്? ഞാൻ വെറുതെ ഒരു അടിയടിച്ചതല്ലേടാ. ആമിന എന്താ നോക്കിയിരിക്കുന്ന? ചായ കൊണ്ടുവാ. എന്റെ മോനോടെ രാവിലെ മോട്ടോർ സൈക്കിൾ എടുത്തോണ്ട് ഇവിടുന്ന് പോയതാ. മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞ അവന് ജീവനാ. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്റെ മോനെന്നെ കാണുമ്പോ ഒരുപക്ഷെ അവന് മനസ്സിലായില്ല എന്ന് വരും. അതാ മോൻ വന്നല്ലോ. മോന് മനസ്സിലായില്ലേ? മോന്റെ പപ്പയാണ്. ആനന്ദ് വളർന്നതെല്ലാം മുസ്ലിമായിട്ടാണ്. പേര് മാത്രമേ ഹിന്ദു ആയിട്ടുള്ളൂ. എന്നെ വളർത്തിയത് ബാപ്പയും ഉമ്മയും കൂടെ. ഞാൻ നിങ്ങളുടെ മോനാ. മോനെ, നിന്റെ ബാപ്പയും ഉമ്മയുമെല്ലാം ഈ നിൽക്കുന്ന മനുഷ്യനാണ്. എന്നിട്ട് ഈ മനുഷ്യനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത്രയും വർഷം എന്റെ പപ്പ എന്ന് പറയുന്ന ഈ മനുഷ്യൻ എവിടെയായിരുന്നു പാപ്പ? എന്നെ സ്നേഹിക്കാനും പരിചരിക്കാനും എന്റെ ഉമ്മയും ബാപ്പയും മാത്രമേ ഉണ്ടായിരുന്നു. ചെലവിന് പണം മാത്രം അയച്ചു തന്നാ പോരാ. എന്റെ ഉള്ളിലെ സ്നേഹം നീ കണ്ടിട്ടില്ല മോനെ. നിനക്ക് വേണ്ടിയാണ് പപ്പ ജീവിച്ചിരുന്നത് തന്നെ. എന്നോ എപ്പോഴോ വരാനിരിക്കുന്ന ഏതോ ഒരു പപ്പയെക്കുറിച്ച് എന്റെ ബാപ്പ എപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ അച്ഛനാണത്രേ. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്ന ഒരു മകന്റെ വേദന ആർക്കും അറിയില്ല. എടാ, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അറിയാം. ഇത്രയും നാൾ എനിക്ക് ചെലവിന് തന്ന കോടീശ്വരനോട്. ഈ മനുഷ്യന്റെ ഔദാര്യമില്ലായിരുന്നെങ്കിൽ ബാപ്പയും അമ്മയും എനിക്ക് ചോറ് തരില്ലായിരുന്നു. മോനെ, നീ മനുഷ്യന്റെ മുഖം നോക്കി ഇങ്ങനെയൊന്നും പറയരുത്. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് നിന്റെ പപ്പ. നിന്റെ പപ്പ നിന്നെ ഇതുവരെ കാണാതിരുന്നുവെങ്കിൽ അതിന് എന്തെങ്കിലും കാരണമുണ്ടെന്ന് നീ മനസ്സിലാക്കിക്കോ. എന്ത് കാരണം? ഒരു പ്രാവശ്യമെങ്കിലും സ്വന്തം രക്തത്തെ കാണാൻ സന്മനസ് കാണിക്കാത്ത ഈ മനുഷ്യൻ ഇപ്പോഴെന്തിന് എന്നെ കാണാൻ വന്നു? നിന്റെ പപ്പ നിന്നെ കാണാൻ പല പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. നിന്റെ ഓരോ വളർച്ചയും കണ്ടുകൊണ്ട് നീ കാണാതെ മറഞ്ഞിരുന്നത് നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. നീ ഒരു നല്ല ചെറുപ്പക്കാരനെ വളരാൻ വേണ്ടിയാണ്. നിനക്കറിയാമോ, നീ കുട്ടിയായിരുന്നപ്പോൾ... ഇല്ല, ഞാൻ പോവൂല, എനിക്ക് വയ്യ. ഉമ്മ പറയുന്ന കേക്ക് മോനെ, നല്ല കുട്ടിയല്ലേ. ഞാൻ പോവൂല, എനിക്ക് പോക്കറ്റ് മണി വേണം. എന്താ മോനെ സാധ്യം? അപ്പ എനിക്ക് പോക്കറ്റ് മണി വേണം. ഇന്നലെ തന്നതോ? അത് 200 രൂപയല്ലേ, ഇന്നലെ തന്നെ തീർന്നു. 200 രൂപയോ? നിന്റെ ചെലവൽപ്പ കൂടുന്നുണ്ട് കേട്ടോ. അത് ശരിയല്ല. താങ്ക് യു പപ്പ. പൊയ്ക്കോ. ടാറ്റാ പപ്പ. ബാലു, ഈ കുഞ്ഞിനെ 5 കൊല്ലം ഞാനാ വളർത്തിയത്. അന്നൊന്നും മോന് ഒരു കാര്യത്തിലും ഇത്ര വാശിയും ദുശാഠ്യവും ഇല്ലായിരുന്നു. എന്തു പറഞ്ഞാലും അനുസരിക്കും. ഇവിടെ വന്ന് 2 കൊല്ലം കൊണ്ട് അവൻ ഇത്രയ്ക്ക് മാറിയോ? കുട്ടികളോട് വാത്സല്യം കാണിക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിന്റെ മനസ്സ് നിറയെ ആനന്ദാണെന്ന് എനിക്കറിയാം. എങ്കിലും അമിതമായ വാത്സല്യം അവനെ ചീത്തയാക്കുകയുള്ളൂ. അവൻ കൊച്ചുകുട്ടിയല്ലേ യൂസു. നീ ഇപ്പൊ വാരിക്കോരി കൊടുക്കുന്ന ഈ പണമുണ്ടല്ലോ, അതവനെ വഷളാക്കുകയുള്ളൂ. കുട്ടികളെ സ്നേഹിക്കുന്നത് പണം കൊടുത്തല്ല,